ഇന്ത്യയിലെ ഏറ്റവും വലിയ കായലിന് കുറുകെയുള്ള വളരെ ദൈർഘ്യമേറിയ ഒരു പാലം എന്നുള്ള നിലയിൽ ഇതൊരു പാലങ്ങളൊക്കെ ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറുകയാണല്ലോ. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറുകയാണ്. ഈ പാലം വികസനം ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് LDF സർക്കാർ ഒന്നുകൂടി കയറി ഇറങ്ങുന്ന പാലം കൂടിയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊരു മാജിക്കാണ്. നിശ്ചയദാർഢ്യത്തിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു കരുത്താണ് LDF. ആ കരുത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കുമോ ഇല്ലേ എന്ന് സംശയിക്കുന്ന പദ്ധതി പോലും നടപ്പിലാക്കുമെന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധിയും തട്ടിമാറ്റി നടപ്പിലാക്കുന്ന സർക്കാരിൻ്റെ പേരാണ് LDF സർക്കാർ. മുഖ്യമന്ത്രിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ എന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നതാണ് ഈ പാലത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച യാഥാർത്ഥ്യം. കണ്ടില്ലേ, ജനങ്ങളുടെ ആകെ ഉള്ള ഒരു കൂട്ടായ്മ. ഇതിലെല്ലാവരും ഉണ്ട്. 2021 LDF അധികാരത്തിൽ വരാൻ വേണ്ടി വോട്ട് ചെയ്തവരുണ്ട്, അധികാരത്തിൽ വരില്ല എന്ന് കരുതി വോട്ട് ചെയ്യാത്തവരുണ്ട്. പക്ഷെ എല്ലാവരും ഇവിടെ ഒന്നിക്കുകയാണ്. എല്ലാവരും ഒന്നിക്കുകയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. തീർച്ചയായിട്ടും LDF സർക്കാർ അല്ല 2021 അധികാരത്തിൽ വരാതിരുന്നതെങ്കിൽ മറ്റേതെങ്കിലും സർക്കാരാണെങ്കിൽ ഇങ്ങനെ ഇത് യാഥാർത്ഥ്യമായില്ലായിരുന്നു. അപ്പം തുടർഭരണം കൊണ്ട് എന്താണ് നേട്ടം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. സാധാരണ മനുഷ്യർക്ക് ആശ്വാസമായി മാറുന്ന പാലം. ഇവിടെ മനുഷ്യർ രാത്രി പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ്. പുറത്ത് പോയി തിരിച്ചു വരാൻ പറ്റില്ല. പുറത്ത് ഇനി ധൈര്യത്തോടു കൂടി നാട്ടിലെ ജനങ്ങൾക്ക് സെക്കൻഡ് ഷോ കാണാം. സെക്കൻഡ് ഷോ കണ്ട് മടങ്ങാൻ വേണ്ടി പറ്റും. അതാണ് പ്രത്യേകത. നേരത്തെ പറ്റില്ലായിരുന്നു. അപ്പോൾ ഒരു നാടിനെ ലോകത്തേക്ക് കൊണ്ടുവരുന്ന പാലമാണ്. ആ പാലം LDF സർക്കാർ ആയതുകൊണ്ടാണ് യാഥാർത്ഥ്യമാക്കിയത്. 2016 മുതൽ ഇതുവരെയുള്ള ഈ 10 കൊല്ലത്തിലെ ധനകാര്യ മന്ത്രിമാർ, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, MLA മാർ, ഈ ജില്ലയിലെ മന്ത്രിമാർ എല്ലാവരുടെയും കൂട്ടായ ശ്രമമാണ് PWD എന്ന നിലയിൽ ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് കാരണമായി മാറിയിട്ടുള്ളത്. അല്ല, അദ്ദേഹത്തെ ഇതിന്റെ ഉദ്ഘാടന ഡേറ്റ് മുഖ്യമന്ത്രി തന്ന അപ്പോൾ തന്നെ ഞാൻ ആദ്യം വിളിച്ചത് മന്ത്രി ശ്രീ G. സുധാകരൻ. അദ്ദേഹം തന്നെ അത് ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ചെറിയ പ്രയാസം, ശാരീരികമായ ചില പ്രയാസം കാരണം എത്തിപ്പെടാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ആലപ്പുഴ എത്തിയപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അതിലൊന്നൊരു അർത്ഥമില്ല. ഈ പാലം യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരും ടീമായി നിന്നിട്ടുണ്ടല്ലോ. എല്ലാവരും ടീമായി നിന്നിട്ടുണ്ട്. അതിന് അല്ല, അന്ന് ഞാൻ വിളിച്ചപ്പോൾ അത് പറയുകയും ചെയ്തു. അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ എഴുതുകയും ചെയ്തതാണ്. ഇന്ന് ഞാൻ സംസാരിച്ചു കാര്യങ്ങൾ. അങ്ങനത്തെ ഒരു വിഷയം ഇതിനകത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.